പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവോസിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടേ ഇല്ല. വളരെ അഡ്ജസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര ഭാവമായിരുന്നു. അറ്റാച്ച്മെന്റ് കൂടുതൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ആയിരിക്കും. എന്താ ഹോസി ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹോസി ഞാൻ അറിയില്ല. പണ്ട് ഹോസി മറ്റേ ഇൻസ്റ്റ കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഷി മൈറ്റ് ഡു ദിസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇനി എത്ര കാലം കൊണ്ട് ഹൻസിക ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2 പേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ 2 പേരെ ഞാൻ അറിയുന്നത് ഒരു റീലിലൂടെയാണ്. പക്ഷെ ആ റീൽ എന്നെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തട്ടിയ ഒരു റീലായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ശ്രീനിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കുട്ടാ എനിക്ക് ഇവരെ മീറ്റ് ചെയ്യണം എന്ന്. ഹായ് ഗൈസ്, നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ എൻ്റെ വീട്ടിലല്ല, മറ്റൊരു സ്ഥലത്താണ്. അപ്പം എനിക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രോപ്പറായിട്ട് ഡെയിലി വീഡിയോസ് ഒന്നും വരുന്നില്ല. ഇനി വരുന്ന ഒരാഴ്ചത്തേക്കിലും ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും വരത്തില്ലെങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്തായതാണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഇതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണനെയാണ്. അന്ന് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം വീണ്ടും പുള്ളിക്കാരുടെ ഒരു സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ എടുത്ത് വെച്ച് ആ ടോപ്പിക്ക് തന്നെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ വിട്ട് കളഞ്ഞായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മാസീവായിട്ട് എല്ലായിടത്തും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ദിയാകൃഷ്ണ വീസസ് പേർളിമാണി തമ്മിലുള്ള ഈ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളും സംഭവങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും വിശദമായിട്ട് എല്ലാ കാര്യത്തിലോട്ടും നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ അന്നിട്ടേക്കുന്ന ഒരു സ്റ്റോറി നമുക്കൊന്ന് നോക്കാം. No matter what, I will forever stick on to my opinion cause I have a spine. Few reaction videos against me won't make me change my life decisions. The ones who truly love me knows who I am and how I am to everyone. Respect doesn't come from what we call or address anyone. It comes from what we do for them. ഓക്കെ, നിങ്ങളത് എന്ത് ചെയ്യുന്നതിലാണ് കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങൾ അമ്മായി അമ്മയെന്നോ കാവിലമ്മയെന്നോ കുഞ്ഞമ്മയെന്നോ എന്ത് വേണേ നിങ്ങൾ വിളിക്കുക. അതിനുശേഷം പറഞ്ഞേക്കുന്ന അച്ഛനമ്മ ഇല്ലാത്തവർ നാട്ടുകാരെ പോയി പറയുന്ന സാധനമൊക്കെ അതെന്നാടി. അശ്വിൻ ആസ് വെൽ as his parents know how well I treat them and how much I have done for their family business. അല്ലെങ്കിൽ എച്ച് തന്നെയായിരിക്കും. ഈ എച്ച് കണക്ക് പറയാനെ കൊണ്ട് ഉടുപ്പുണ്ടാന്നുള്ളതാണ് ദിയാകൃഷ്ണ എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയസ്ലി ഞാൻ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ പൊന്നടാഹുവേ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരാളാണെങ്കിൽ ഈ ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാർക്ക് ഇവരുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ തന്നെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അവർക്കൊക്കെ ആ ഒരു പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഹേർട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ കമൻറ്റ് അയച്ചു, കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഐ എം എക്സ്ട്രീംലി സോറി ഇഫ് ദാറ്റ് ഹേർട്ട് എനിവൺ വാസ് ഇൻ മൈ ഇൻറ്റൻഷൻ എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റൻഷൻ അതായിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം വിമർശനങ്ങൾ വന്നപ്പോഴത്തേക്കിന് എനിക്ക് നട്ടലുണ്ട്, ഞാൻ മാറത്തില്ല, ഞാൻ ഉറച്ചു നിൽക്കും. എന്നിട്ട് ഈ എച്ച് കണക്കം പറയാനെ കൊണ്ടല്ലാതെ പിന്നെ പത്തറ്റിക്കാണല്ലോ. നിങ്ങൾ ഈ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ഇതേപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ പത്തറ്റിക്കാണ്, പോയി ലൈഫ് നോക്കണം അല്ലേ. എന്താണെങ്കിലും പുള്ളിക്കാരി അതിനകത്ത് കൊടുത്തേക്കുന്ന സംഭവം വായിക്കാം. I guess a statement I tried to say out loud to few negative comments ended up as huge miscommunication to my vlog. I would like to apologize publicly. If I hurt anyone's feelings regarding this issue that a follower of mine has stated. I didn't think much before saying that. Some of my Instagram and YouTube family genuinely messaged me this same thing with love, and I guess I should address this issue and take responsibility of my words. Sorry if hurt anyone or spread any wrong information to younger generation watching my video. That really doesn't my intention. Have a positive day family എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? എന്താണെങ്കിലും ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ പേർളിമാണിയായിട്ടുള്ള ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. റീസെൻ്റായിട്ട് പേർളിമാണി തൻ്റെ ബേബി സിറ്ററിന് ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്തുള്ള ഒരു കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. കഴിഞ്ഞ വീക്കിൽ കൃഷ്ണകുമാറിൻ്റെ മകൾ ഹോസി പല വിവരക്കേടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് പൈസയുടെ അഹങ്കാരമാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവൾ വിളിച്ച് പറയുന്നത്. ഇതാണ് പേർളിമാണിയെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മനസ്സ് സ്വന്തമല്ലെങ്കിലും കൂടപ്പിറപ്പായി കാണാനുള്ള ആ ഒരു മനസ്സ് അതാർക്കും കിട്ടുകയില്ല. ഈ ഒരു സ്വഭാവം ഒരിക്കലും മാറ്റരുത്. ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ആവണം. ഇതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം പേർളിമാണിയെ. ആ ദിയയൊക്കെ കണ്ടുപഠിക്കുക. അറ്റ്ലീസ്റ്റ് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എങ്ങനെ സംസാരിക്കണമെന്ന് കണ്ടും കേട്ടും തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മാസമായിട്ട് കമൻറ്റ് ബോക്സിലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രോൾസ്, ഇൻസ്റ്റഗ്രാമിൽ വന്നേക്കുന്ന കുറേ സംഭവങ്ങൾ, ഫേസ്ബുക്കിൽ കണ്ടേക്കുന്ന കുറേ സംഭവം, അങ്ങനെ ഭീകരമായിട്ട് കുറേ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയേക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഓക്കെ, ഇനിയും നമുക്ക് പേർളിമാണിയുടെ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇവരുടെ അമ്മ ആയിട്ടുള്ള സിന്ധു കൃഷ്ണ പുള്ളിക്കാരി വന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നേരത്തെ. അപ്പം നമുക്ക് അതോടൊന്ന് കേട്ടിട്ട് പേർളിമാണിയിലോട്ട് വരാം. അവോസിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടേ ഇല്ല, വളരെ അഡ്ജസ്റ്റിംഗ് ആയിരുന്നു.
ആയിരുന്നു, ഭയങ്കര പാവമായിരുന്നു. അറ്റാച്ച്മെന്റ് കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്കിന് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടാത്തതിൻ്റെ കുഴപ്പം തീർച്ചയായിട്ടും പുള്ളിക്കാരിക്കുണ്ട്. അത് ഇവർ ഭയങ്കര പ്രൗഡായിരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിയാകൃഷ്ണയുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കിന് പുള്ളിക്കാരനെ കണ്ടപ്പോൾ കാവിലമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ, എന്നാ ഉണ്ട് കാവിലമ്മ വിശേഷം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്താണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറി പോയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഹൻസിക. പുള്ളിക്കാരനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഞാൻ വന്ന ഇന്ന് രാവിലെ ഹൻസുകുട്ടി കോളേജിൽ പോയി ഇറങ്ങിയപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ഇവിടെ നിൽക്കുക. ഹൻസ് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് നടന്നു, എന്നിട്ട് ഓടി തിരിച്ചു വന്ന് എനിക്കൊരു ഹഗ് തന്നു. എന്നിട്ട് വീണ്ടും പോയില്ല. ഐ വാസ് സോ ടച്ച്ഡ്, യുനോ. എൻ്റെ ഹാർട്ടൊക്കെ അങ്ങ് മെൽറ്റായി. ഹൻസ് നടന്നു പോയിട്ട് തിരിച്ചു വന്നേക്കൊരു ഹഗ് തന്നു. ആക്ച്വലി ഇപ്പം നമ്മുടെ വീട്ടിൽ 4 പിള്ളേരിൽ ഇങ്ങനെ വന്ന് എനിക്കിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ഹഗ് തരുന്നത് ഹൻസിക മാത്രമാണ്. ബാക്കി എല്ലാവരും അമ്മക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ ബൈ ചെറിയൊരു ഇത്, അല്ലാതെ ഇങ്ങോട്ടെങ്കിലും പോയിട്ട് തിരിച്ചു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഹഗ് തരുന്നത് ഇപ്പോഴും ഹൻസിക മാത്രമാണ്. ഇതിപ്പോൾ ഹൻസിക ഒരു 25 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഷി മൈറ്റ് ഡു ദിസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇനി എത്ര കാലം കൊണ്ട് ഹൻസിക ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ വാസ് സോ ടച്ച്ഡ്. വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ, നല്ലത് കണ്ട നല്ലത് തന്നെ പറയണമല്ലോ. കാര്യം ഒരു മകൾ ചെയ്തേക്കുന്ന ആ ഒരു ഹഗ്ഗിനെ പോലും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പുള്ളിക്കാരിക്ക് കാണാൻ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ദിയാകൃഷ്ണനെ പറ്റിയിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, നമുക്കിനി അതുകൂടെ ഒന്ന് കേൾക്കാം. ഞാൻ ഓസി എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നതും അതിലാണ്. ഓസി വീട്ടിലുള്ളപ്പോൾ സ്വിഗ്ഗിയുടെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഓസി വെളിയിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും. ഞാൻ പറയും എന്തിനാ ഓസി, നമ്മുടെ വീട്ടിൽ പലപ്പോഴും ചിക്കനൊക്കെ ഉള്ള ദിവസം ഓസി വെളിയിൽ നിന്ന് ചിക്കൻ കറി വാങ്ങിച്ചിട്ട് എന്താ ഓസി ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഓസി അയ്യോ ഞാൻ അറിയില്ല. പണ്ട് ഓസി മറ്റേ ഈ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓസി സാമ്പാർ വരെ ഓർഡർ ചെയ്യും. എൻ്റെ ഓസി അവിടെ നിന്ന് ആദ്യം ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്യും. കുറേ കഴിയുമ്പോൾ ഇവിടെ സാമ്പാറുണ്ടോ, ഇല്ല ഇന്ന് സാമ്പാറില്ല, ആണോ, ഉടനെ അവിടെ നിന്ന് അടുത്ത സാമ്പാർ ഓർഡർ ചെയ്യും. അപ്പോൾ ഓസിയുടെ ഭക്ഷണങ്ങൾ നമുക്കിങ്ങനെ വരുന്നത് പലരായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു സ്വിഗ്ഗിയുടെ ആളായിരിക്കില്ല, പല ഹോട്ടലിൽ പലത്. ഒരിടത്ത് മീൻ ഫ്രൈ, ഒരിടത്ത് സാമ്പാർ, ഒരിടത്ത് ചോറ്. അവിടെ ഇന്നിട്ട് നമ്മൾ വീട്ടിൽ ചോറ് ചെയ്താൽ എനിക്കിന്ന് ചുമന്ന ചോറ് കഴിക്കാനൊരു മൂഡ്, അത് ഓർഡർ ചെയ്യും. അപ്പോൾ ചോറ് വരും. അപ്പോൾ ഓസി അപ്പച്ചേട്ട് എന്നോട് ഗുസ്തിയായിരിക്കും. ഓസി ഇതുപോലെ പുറത്തുനിന്ന് ഒത്തിരി ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഇവർ കയറി വിളിക്കുന്നത് കാവിലമ്മ എന്നായിരിക്കും. അതേപോലെ തന്നെ വീട്ടിൽ അമ്മ ഫുഡൊക്കെ മൊത്തം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നേരെ സ്വിഗ്ഗിയിൽ ഓർഡറൊക്കെ ചെയ്ത് കഴിക്കുക, അങ്ങനെ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, വലിയ വലിയ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കാവിലമ്മ എന്നും ഒക്കെ ആയിരിക്കും ഇവർ വിളിക്കുന്നുണ്ടാവാം. നമുക്കിനി അടുത്തത് കേൾക്കാം. പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ദേഹത്ത് ഒരാൾ പോലും ഒരു റോങ് ആയിട്ടൊന്നും സ്പർശിക്കാതെ, അവരുടെ അടുത്ത് ആരും റോങ് ആയിട്ടൊന്നും ബിഹേവ് ചെയ്യാതെ, അതിന് എൻ്റെ ഈ കണ്ണും എൻ്റെ മനസ്സും ഓടി ഞാൻ തളർന്നിട്ടുണ്ട്. പക്ഷേ ആ തളർച്ചയൊന്നും മക്കളന്മാർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ ഇതുപോലെ നേരെ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവം കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പോലും എടുത്തില്ലായിരുന്നു. അന്ന് മനസ്സൂരിനെ ഞാനാ കൊണ്ടുപോകുകയും 4 പേർക്കും 4 സ്വഭാവം തന്നെയാണ്. ഞാനതങ്ങനെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് അല്ല. വെരി വെരി ഹാപ്പി വിത്ത് മൈ ഗേൾ. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരി ഹാപ്പിയാണെന്ന് പറയുമ്പോഴും ഹൻസിക പുള്ളിക്കാരി കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന് പറയുന്നുണ്ടായിരുന്ന പുള്ളിക്കാരിക്ക് എപ്പോഴും ഇങ്ങനെ ക്യാവോസിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. അതായത് എപ്പോഴും പ്രശ്നങ്ങൾ വേണം, ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ സ്ട്രെസ്സിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ അമ്മയ്ക്ക് സ്ട്രെസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബഹിരാകാശ സഞ്ചാരികളായിട്ട് മാറിയേക്കുന്ന ആളുകളാണ് ഇവർ. സോ അതിൽ ഒന്നുമില്ല, അവർ ഹാപ്പിയാണ്. കാരണം എന്താണ്, അവർക്ക് ക്യാവോസിൽ നിൽക്കാനെ കൊണ്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബഹിരാകാശത്തോട്ട് കയറാറുണ്ട്. അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി പേളിമാനായിട്ടുള്ള ഒരു കമ്പാരിസൺ ഈ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അയക്കുന്ന ഒരു വീഡിയോയിലോട്ട് നമുക്ക് വരാം. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആക്ച്വലി വളരെ ഇത് ഞാൻ പ്ലാൻ ചെയ്തില്ല, പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ വോണ്ട് റിമെമ്പർ ദിസ് മൊമെന്റ്. സോ പെട്ടെന്ന് സ്ട്രീമിംഗ് ഷൂട്ട് ചെയ്യും, ബ്ലോഗ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വെറുതെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവളുടെ അതായത് ഞങ്ങളുടെ ബേബി സെറ്റർ രഞ്ജു, അവിടെ ഉണ്ടാവും കേൾക്കാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞത് വേണം. രഞ്ജു ഇപ്പോൾ 2 വർഷമായി നമ്മുടെ വീട്ടിൽ. അതായത് ഇവിടെ ജനിച്ച അന്ന് ഞാൻ വീട്ടിലേക്ക് ജനിച്ച് ഇവളെയും കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ അന്ന് പുതിയതായിട്ടുള്ള അന്നാണ് ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവൾക്ക് 2 വയസ്സ് കഴിഞ്ഞ് ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരു കുട്ടിയാണ്. ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഇവളുടെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ വരെ നോക്കും. അതുപോലത്തെ ഒരു നല്ലൊരു പാവം വെച്ചാണ്. പക്ഷെ ഇപ്പം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഷീസ് എ ബേബി സിറ്റർ. നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെയായി. എനിക്ക് ശരിക്കും ഒരു അനിയത്തി പോലെ ആണ്. എനിക്കൊരു നല്ല മാല വാങ്ങിച്ചേട്ടാ. രഞ്ജു, ഈ മാല എങ്ങനെയുണ്ടെന്ന് നോക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ആര്യക്ക് ഇഷ്ടായോടി? ഈ മാല എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങൾ കാണിച്ചു തരട്ടെ. ഈ മാല ഏതേക്കും അതിനകത്തിട്ടോ. ആ എങ്ങനെയുണ്ട് ഈ മാല? ആര്യ രഞ്ജു എനിക്ക് നിട്ടതാ. അല്ല നീ ഒന്നിട്ടാണ്. ഇനി എന്റെ കഴുത്തിൽ ഓൾറെഡി ഇതുണ്ട്. എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലിടാനോ? എന്റെ മാല അത് കഴുത്തിലിട്ടോ? ഇത് എനിക്കൊന്ന് എനിക്കറിയത്തില്ല. അതെ നോക്കട്ടെ.
ബഹുത്ത് അച്ഛാ. ഇഷ്ടായോ? വെളിച്ചത്തിൽ നിന്ന് നോക്കട്ടെ. നല്ല മല കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എന്റെ എല്ലാ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും ഇങ്ങനെ നല്ല മല. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് രഞ്ജുടെ മാലയാ. അച്ഛാ നിനക്ക് ഗോൾഡ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അവളിങ്ങനെ അവള് പ്രതീക്ഷിച്ചില്ല. ശരിക്കും നല്ല രസമില്ല അവൾക്ക് ചേരുന്നില്ലേ? വൺ മോർ തിങ് ഉണ്ട്, ഇത് നിനക്കാണ്. മറ്റേ സൈഡ് ഇതാണ് ഞാൻ ആദ്യം എടുത്തത്. നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഏത് കയ്യിലിടണ്ടേ? ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം, കുഴപ്പമില്ല. കറക്റ്റ്. ഇഷ്ടമായതി? അപ്പൊ 2 വർഷമായിട്ട് എന്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എന്റെ അനിയത്തിയാണിത്. സോ എന്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു ഇത്. ഇപ്പം പെർളിമാണി ആണെങ്കിലും ദിയാകൃഷ്ണ ആണെങ്കിലും രണ്ടുപേരും രണ്ട് ആളുകളാണ്. അവർക്ക് രണ്ടുപേർക്കും 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് മാത്രമായിരിക്കും അവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ദിയാകൃഷ്ണ ആണെങ്കിലും പേർളിമാണി ആണെങ്കിലും രണ്ടുപേരും കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അവർ വീഡിയോസിനകത്ത് ഇപ്പോൾ ഈ ചെയ്തേക്കുന്നത്, ഇപ്പോൾ പേർളിമാണി ആണെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്തത് കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദിയാകൃഷ്ണയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എഗെയിൻ പുള്ളിക്കാരിയും ഈ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അമ്മയെന്നും അമ്മായിയെന്നും വിളിക്കാൻ പറ്റില്ല എന്നും, അതേപോലെ ഇത്തരത്തിൽ ഞാൻ സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണക്ക് പറയും. സോ ഇപ്പം ഒരാൾക്ക് സഹായം ചെയ്തു എന്ന് പറയുന്ന അവരുടെ ബിസിനസ്സിൽ സഹായിച്ചു എന്നൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളൊരാൾക്കൊരു സഹായം ചെയ്തിട്ട് ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് അവർക്കറിയാം, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പം ഈ ഒരു മീഡിയ ഫീൽഡിൽ കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന 2 ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളൊക്കെ. അത് ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യം ഒന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ മറ്റേ കൊമ്പത്തെ ആൾക്കാർ, ആ ഒരു മൈൻഡ് സെറ്റിൽ നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് തരും. ഇനി അടുത്തൊരു വീഡിയോകളുണ്ട്. 2 പേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഈ 2 പേരെ ഞാൻ അറിയുന്നത് ഒരു റീലിലൂടെയാണ്. പക്ഷെ ആ റീൽ എന്നെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തട്ടിയ ഒരു റീലായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ശ്രീനിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കുട്ടാ എനിക്ക് ഇവരെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിൽ ഒരു വർക്കിന് വേണ്ടി ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ കുറേ പേരെ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റീല് ഞാൻ കണ്ടു. അതിലൂടെയാണ് ഞാൻ ഇവരെ ഫസ്റ്റ് ടൈം ഞാൻ ശ്രദ്ധിക്കുന്നത്. അമ്മയ്ക്കൊരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിലോട്ട് പോയത്. കൂടാതെ അന്ന് അക്ഷയ തൃതീയ പ്രമാണിച്ച് പേളിമണിയും വരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പേളിയെ കാണുമെന്നുള്ളത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മൽ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ ഇല്ലായിരുന്നു. ചാച്ചൻ പോയതിനു ശേഷം മാനസികമായി തകർന്നിരുന്ന നമ്മൾ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ചിരിയോടെ ഞാൻ കാണുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നുകൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണം. അവർ ഓൾറെഡി അവിടെ എത്തി, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവരെവിടെ എന്തൊക്കെയോ ജ്വല്ലറി നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പതുക്കെ അവരുടെ പുറകിൽ നിന്ന് പോയി അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് പോയി അവർ ഹായ് പറയാം. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട്. ഈ മാല ചേരുവോ? ഈ മാല അമ്മയ്ക്ക് ചേരില്ലേ? ഒരു ഹഗ് തരും. അമ്മയുടെ റീൽ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അന്ന് അറിഞ്ഞ നിങ്ങൾ വന്നത്. എന്തിനാ കരീന? അയ്യോ നല്ല സാരിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇത് ഹസ്ബൻഡ് ആ ശ്രീനിഷ്. അപ്പം പറയാം ശ്രീനിഷല്ല ശ്രീനിയാണ്. അമ്മ തന്നെ തന്നു. ഇതായിരുന്നു ആ കമ്മല്, കല്ല് വെച്ച കമ്മല്. അമ്മ അന്ന് നോക്കി വെച്ചിരുന്ന കമ്മൽ ഇതായിരുന്നു. അതേ കമ്മല് അന്ന് എടുക്കാണ്ട് പോയി. ഇന്ന് നമ്മളത് അമ്മയ്ക്ക് കൊടുക്കാട്ടാ. വേദന എടുക്കണമെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. നാളെ വരുന്ന ഇതാരാ തന്നത്? അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ലൊരു ചിരിയുമാണ്.
ഈ ദിയാകൃഷ്ണയുടെ ഒക്കെ കാര്യം പറയുമ്പോഴേ ഇവർ മറ്റേ എക്സ്പ്രറ്റ് പീസ് എപ്പോഴും പീസ് നിലനിർത്തുക, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പ്രവർത്തികൾ അതുപോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളൊരു കാര്യം ഇവർക്കൊക്കെ അറിയില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് മാത്രം കിട്ടേണ്ടതെന്നാണെന്നുള്ളൊരു അഹംഭാവം ഉണ്ട്, സീരിയസ്ലി പറയാമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ്, അത് മനസ്സിലായത് കൊണ്ടുമാണ് തൻ്റെ ഓഡിയൻസ് ആണെങ്കിലും ഏകദേശം ഒരു 20K ആളുകളോളം എന്തോ അൺസബ് എന്തോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലാക്കുക, ഈ ഓഡിയൻസും ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇവരെല്ലാവരും ഇവിടെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ളപ്പം ആ ഒരു ഓഡിയൻസിന് പോലും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ അതൊന്നും ഇല്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ റോഡിലൊക്കെ ഉള്ളവരെ പോയി അച്ഛാമ്മന്ന് വിളിച്ചു, അച്ഛനമ്മ ഇല്ലാത്തവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തുവാടേ ഇത്? ഈ സ്പ്രെഡ് പീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് അങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം. ഓക്കെ, കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. മറ്റുള്ളവർ മനുഷ്യന്മാരിൽ നിന്ന് നമുക്ക് നല്ലത് കണ്ടാൽ അത് ഓക്കെ നല്ലതാണെന്ന് പറയാനും, അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു പോവില്ല. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പീസ് സ്പ്രെഡ് ആക്കാം, അതിങ്ങനെ നിലനിർത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.